നമസ്കാരം. വിസ്മയ മോഹൻലാലിൻ്റെ പുതിയ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വിസ്മയക്കെതിരെ ഒരു വലിയൊരു ക്യാമ്പയിൻ നടക്കുകയുണ്ടായി. ബോഡി ഷേമിങ്, പക്കം ബോഡി ഷേമിങ്, അങ്ങനെ ഞാൻ പറയും. ബോഡി ഷേമിങ് എന്ന് പറഞ്ഞാൽ, പക്ഷെ ഒരു കാര്യമുണ്ട്, ആ കുട്ടിയുടെ എന്തോ ഒരു അരുചി, അല്ലെങ്കിൽ എന്തോ ഒരു എന്നാലും പറയാ, ആ നടത്തത്തിലും ഭാവത്തിലും ഒക്കെ മോഹൻലാൽ ടച്ച് ഉണ്ട്. എങ്കിൽ പോലും എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. പക്ഷേ ആരെക്കുറിച്ചും അങ്ങനെ പറയാൻ പാടില്ലാത്ത, ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല. ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള ബോഡി ലാംഗ്വേജ് ഉണ്ട് അല്ലേ. എല്ലാ മനുഷ്യനും അവരുടേതായ ബോഡി ലാംഗ്വേജ് ഉണ്ട്. എനിക്കുണ്ട്, മോഹൻലാലിനുണ്ട് അല്ലേ, മോഹൻലാലിൻ്റെ മകൾക്കുണ്ട്. നിങ്ങളുടെ ഒരു മുമ്പിലേക്ക് പുതിയൊരു താരമായിട്ട് മോഹൻലാലിൻ്റെ മകൾ കടന്നു വന്നപ്പോൾ നിങ്ങളിത് കണ്ടു നോക്കുക. വിഷ്വൽ ഞാൻ ഇട്ട് കാണിച്ചു തരാം. മോഹൻലാലിൻ്റെ മോള്, അദ്ദേഹത്തിൻ്റെ, ആ പെൺകുട്ടിയുടെ ബോഡി ലാംഗ്വേജിൽ ഒരു പക്വത എത്താത്ത, അല്ലെങ്കിൽ ഒരു പാകമാകാത്ത, അല്ലെങ്കിൽ പോട്ടെ അങ്ങനെയല്ല പറയണ്ടേ, എന്താ ഞാൻ പറയാ, 35 വയസ്സായെന്ന് എല്ലാവരും പറയുന്നുണ്ട്. എനിക്കറിയത്തില്ല, സോഷ്യൽ മീഡിയയിൽ പറയുന്നത് മോഹൻലാലിൻ്റെ മകളുടെ വയസ്സ് 35 എന്നാണ്. 35 വയസ്സൊരു മെച്യൂരിറ്റി പ്രായമാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ആ 35 പ്രായത്തിൻ്റെ ഒരു പക്വതയും ആ കുട്ടിയുടെ ഇല്ല എന്ന് പറയുന്നുണ്ട്. നോക്കി, സൈഡിൽ നോക്കി, വീഡിയോ ഞാൻ ഇങ്ങനെ പ്ലേ ചെയ്തിട്ടേക്കുവാണ്. എന്താണ് വിസ്മയ മോഹൻലാൽ കാണിച്ചു കൂട്ടുന്നത്, അതുപോലെ തന്നെ ആൾക്കാർ കമൻറ്റിൽ പറയുന്നത് നമുക്ക് നോക്കാം. കമൻറ്റുകൾ വായിച്ചു കഴിഞ്ഞാൽ ഇത്രയും ബോഡി ഷെയിം ഒക്കെ ചെയ്യാൻ പാടുണ്ടോ? നമ്മൾ മോഹൻലാലിൻ്റെ ഒരു മകളാണ്, ആദ്യമായിട്ട് സിനിമയിലേക്ക് കടന്നു വരുന്നതാണ്. അങ്ങനെ ഒരു പെൺകുട്ടിയെ ഇത്രയും വൾഗറായിട്ടൊക്കെയാണ് ആളുകൾ പറയുന്നത്. ഈ മൈക്ക് ഇരിക്കട്ടെ, അപ്പം ഞാനതൊന്ന് എടുക്കാം. അപ്പോൾ ഞാൻ വിഷ്വൽ നിങ്ങളെ കാണിച്ച് വീഡിയോ ഒന്നുകൊണ്ടൊന്ന് പ്ലേ ചെയ്യാം. അവിടെ കണ്ടോ, ഈ പെൺകുട്ടിയുടെ മാനറിസം, ഈ മാനറിസത്തിന് എന്തോ കുഴപ്പമുണ്ടെന്നാണ് പലരും പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോട്ടെ, എന്നെ തല്ലാൻ വരരുത്. പക്ഷെ എന്തോ ഒരു എനിക്ക് അത് പറഞ്ഞു തരാൻ അറിയത്തില്ല സുഹൃത്തുക്കളെ. പാവം കുട്ടിയെ നിങ്ങൾ വിട്ടുകളാ കേസൊക്കെ. ഈ കുഞ്ഞു കുട്ടികളെയൊക്കെ ഇങ്ങനെ, അല്ല കുഞ്ഞു കുട്ടിയല്ലല്ലോ അല്ലേ, 35 വയസ്സുണ്ട്. ഞാൻ ഒരാൾ ഇട്ടേക്കുന്നത് നമ്മൾക്ക് നോക്കാം. സൈഡിൽ ഞാൻ ഇട്ട് കാണിക്കാം. എവിടെയോ എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക്. ഒന്ന് പോടേ. അതുപോലെ വേറൊരാൾ പറഞ്ഞത് വളരെ സത്യം, അങ്ങനെ ഒരാൾ പറഞ്ഞേക്കുന്നു. അപ്പം വേറൊരുത്തൻ എഴുതിയേക്കുക, കഥകളി സ്വല്പം പഠിച്ച കുട്ടിയാണെന്ന് തോന്നുന്നു. എങ്ങനെ കഥകളി സ്വല്പം പഠിച്ച കുട്ടിയാണെന്ന് തോന്നുന്നു. ആരുടെ കയ്യിൽ നിന്നാണ് റിമോട്ട്? ഒരു സിനിമ അഭിനയിച്ച ആൾക്ക് പേടിയോ? അതായത് കുട്ടിയുടെ വിസ്മയ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണിക്കുന്ന ഇത് കണ്ടപ്പോൾ ഒരു റിമോട്ട് ഇങ്ങനെ ഓഫാക്കുന്നു, അതിനനുസരിച്ച് താളം അടിക്കുന്നൊരു കുട്ടിയെപ്പോലെ പറയുന്നു. വേറൊരാളെ, ചെറിയ കുഴപ്പമുള്ള ഗുളിക കഴിച്ചാൽ മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ തൊരപ്പാ, ഇത് പറഞ്ഞത് ദിലീപ് കുമാർ. ദിലീപേട്ടാ, ഇത് വിട്ടുകളാം. ഒരു പെൺകുട്ടി ഒരു സിനിമയിൽ അഭിനയിച്ചു, അത് മോഹൻലാലിൻ്റെ പെൺകുട്ടിയാണ്, മകളാണ് അല്ലേ. അദ്ദേഹത്തിന് ആദ്യമായിട്ടൊരു സിനിമയിൽ എങ്ങനെ ഒരു പബ്ലിക്കിൻ്റെ മുമ്പിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്ന അവർക്ക് അറിയത്തില്ലായിരിക്കാം. ഒന്ന് ക്ഷമിച്ചൂടെ? അപ്പോൾ വേറൊരാൾ എഴുതിയേക്കുക, ഇതിനെന്തോ കുഴപ്പമുള്ളത് പോലെ തോന്നുന്നു. അതുപോലെ വേറൊരാൾ ചോദിക്കുന്നത് 35 വയസ്സുള്ള കുട്ടിയാണ്, നെർവസ് എന്നാട്ടോ പുള്ളി മലയാളത്തിൽ കേൾക്കുന്നത്, നെർവസ് ആകുന്നു. പുള്ളിക്ക് എന്ത് ചെയ്യണമെന്ന്, പെട്ടെന്ന് ഒരു സദസ്സിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലല്ലോ. അതുപോലെ എന്നായിരുന്നു, നല്ല വെറുപ്പീര് റീല്, കൽപ്പന അവതരിപ്പിച്ച് ഏതോ കഥാപാത്രം പോലെയുണ്ട്. വേറൊരുത്തിന് എഴുതിയേക്കുന്നതാണേ, പിരിയിളക്കമുണ്ടോ എന്നൊരു സംശയം കുട്ടിക്ക്. ലാലേട്ട, എൻ്റെ ലാലേട്ട, ഇതൊന്നും കേട്ടിട്ട് പ്രതികരിക്കാൻ നിൽക്കണ്ട. ഈ തലമുറ എന്തൊക്കെയാ. അമ്മിണി ചേച്ചിയുടെ മോളെ പോലെ കരുതി കൂടെ എൻ്റെ അമ്മിണി ചേച്ചി. എന്നാലും അങ്ങനെ പറയാൻ പാടുണ്ടോ? പിരിയിലക്കമുണ്ടോ എന്നൊരു സംശയം. അമ്മിണി ചേച്ചി ചിരിച്ചിട്ടുമുണ്ട്. ഞാനിത് രസകരമായി പറഞ്ഞതേ ഉള്ളൂ. 35 വയസ്സുള്ളൊരു കൊച്ചുകുട്ടി. ചേട്ടൻ പറയാണേ, 35 വയസ്സുള്ള ആളൊരു കൊച്ചുകുട്ടിയല്ല പോലും. ചേട്ടാ, വിനയം കൂടുതലാ, ജയറാമിനെ തോൽപ്പിക്കുമെന്ന്. നമ്മുടെ വിനയേട്ടൻ എന്ന് പറഞ്ഞ പോലെ ജയറാമിൻ്റെ
വിനയം അതിവിനയം നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തേക്കുന്നതാണ്. ജയറാം അതിവിനയം കാണിച്ച് എന്താ ചാരു എന്ന് പറഞ്ഞാലേ എന്നല്ലേ പറയാം, എന്താ ചാരു അത് അല്ല, അത്രയും വിനയം വാരി വലിച്ചെറിയുമെന്നാണ് പറഞ്ഞ്. അപ്പോൾ വേറൊരു ചേച്ചി എഴുതിയേക്കാണ്, അനിതാ ചേച്ചി പറഞ്ഞേക്കുവാണ് കേട്ടോ, അതിനിങ്ങനെ തുള്ളണോ, ഒന്നുമില്ലേ, പ്രായത്തിന്റെ പക്വത കാണിച്ചൂടെ കുട്ടിയെ. എന്താ ചെയ്യുക ചേച്ചി, ഓരോരുത്തർക്കും ഓരോ ബോഡി ലാംഗ്വേജ് അല്ലേ. നമ്മുടെ എന്താ പറയണ്ടേ, നമ്മുടെ കൈവിരലുകൾ എല്ലാത്തിനും ഒരേപോലെയാണ് ഇരിക്കുന്നത് അല്ലല്ലോ. ചേച്ചിയുടെ മക്കള് അല്ലെങ്കിൽ സഹോദരങ്ങള് അല്ലെങ്കിൽ എല്ലാവരും ഒരു വീട്ടിലെ, ചേച്ചിയുടെ മക്കളെ പോട്ട്, ഒരു വീട്ടിലെ എല്ലാവരും പല സ്വഭാവമല്ലേ, അതുപോലെ കരുതിയാൽ മതി. വിസ്മയ മോഹൻലാലിന്റെ ഒരു കുട്ടിത്തം അത് വിട്ടുമാറിയിട്ടില്ല, സാരമില്ല. അതിനെങ്ങനെ പിന്നെ പ്രബന്ധീകരിച്ച് കാണിക്കേണ്ട കാര്യമുണ്ടോ? കുട്ടിയോ 35 വയസ്സ് വരെ മൊത്തത്തിൽ മലയാളികൾ മധ്യവയസ്കരെന്ന സ്ത്രീ എന്നോ ഒക്കെയാണ് വിളിക്കാറാണ്. ഭയങ്കരം തന്നെ. 35 വയസ്സ് വരെ മൊത്തത്തിൽ മലയാളികൾ മധ്യവയസ്കരെന്നോ സ്ത്രീ എന്നോ ഒക്കെയാണ് വിളിക്കാറ്. എൻ്റെ ചേച്ചി 35 വയസ്സല്ലേ, വിട്ടുകളാ, അതൊരു കുട്ടിത്തമുള്ള ഒരു ഞാൻ വീണ്ടും അത് തന്നെ പറഞ്ഞു പോലെ, 35 വയസ്സല്ലേ, ക്ഷമിച്ചു കളാന്ന്, കുട്ടിയാണ്. 35 വയസ്സായാലും എന്നാ കുട്ടിത്തമുള്ള മനസ്സാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമോ? 35 വയസ്സായ പക്വതയാണോന്നുണ്ടോ? അതുപോലെ തന്നെ വേറൊരാൾ എഴുതിയിരിക്കുന്നത്, ഇവർ ആദ്യമായി സിനിമയിൽ അഭിനയിക്കുന്നത്, അപ്പം ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നതിൻ്റെ ഇതാണെന്ന് കുറേ പേര് എഴുതിയേക്കുന്നത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചതേ ഈ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഈ കുട്ടിക്കെതിരെ ഭയങ്കരമായിട്ടുള്ള ബോഡി ഷേമ. ഒന്നാമത് മോഹൻലാലിൻ്റെ ഒരു ശാരീരിക ഘടന തന്നെയാണ് ആ കുട്ടിക്ക് കിട്ടിയേക്കുന്നത്. പ്രണവ് മോഹൻലാലിന് അങ്ങനെയല്ല. ഈ കുട്ടിക്ക് ശരിക്കും മോഹൻലാലിൻ്റെ കുറേ മാനറിസങ്ങൾ, ബോഡി ഷേപ്പ്, അതുപോലെ തന്നെ ആ നടത്തം, ആ വർത്താനം, ഫേസ് കട്ട്, ഇതൊക്കെ കൃത്യമായിട്ട് വന്നു ചേർന്നത് വിസ്മയ മോഹൻലാലിനാണ്. ആ പെൺകുട്ടിയെ ആദ്യമായിട്ട് ഇത്രയും ഇടപെടുന്ന ഒരു സോഷ്യൽ എന്താ പറയണ്ടേ, ടി വിക്കാരോടും അല്ലെങ്കിൽ ആ മീഡിയക്കാരോടൊക്കെ ആദ്യമായിട്ട് ഇങ്ങനെയൊന്ന് ഇടപെടുന്നത് തന്നെ അല്ലേ. നേരത്തെ ഇടപെട്ടുന്നൊക്കെ വളരെ സെൻറ്റൻസ് കുറച്ച് ഇങ്ങനെ പോലെ മൈക്കിന് മുമ്പിൽ അധികം സംസാരിക്കാതിരുന്നിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി ഇതിലേക്ക് വന്ന് ഈ സിനിമയിൽ വന്ന് ഒരു പ്രൊമോഷൻ മീഡിയ ആയിട്ട് വരുന്നു, അതുപോലെ ആളുകളുമായിട്ട് ഇടപെടുന്നു. തനിക്ക് ചുറ്റും പരിചയമുള്ള സിനിമാ നടന്മാർ, അങ്കിളുമാർ അല്ലേ, അച്ഛൻ്റെ കൊടുത്ത് വർക്ക് ചെയ്തവരൊക്കെ അവരുടെ അങ്കിളാണ്. അപ്പോൾ അവർ ചെറുപ്പത്തിലേ കാണുന്ന കുട്ടി. അപ്പോൾ ആ കുട്ടി അവരൊക്കെ ഒത്തിരി നാളത്തെ പരിചയം ഉണ്ടാവും. അവരോടൊക്കെ ഇങ്ങനെ സ്നേഹപൂർവ്വം ആ പെൺകുട്ടി തലയാട്ടി അധികം വിനയം കാണിച്ചതൊക്കെ ഒരു തെറ്റാണോ? ഇത്രയും പർവ്വതീകരിച്ച് കാണിക്കേണ്ട യാതൊരു കാര്യമില്ല. സോഷ്യൽ മീഡിയയിൽ വലിയൊരു ക്യാമ്പയിൻ ഇതിന് നടക്കുന്നില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. ഉണ്ട്, ഇങ്ങനത്തെ ക്യാമ്പയിനൊന്നും നടക്കുക. ഒരാളെ ബോഡി ഷേപ്പ് ചെയ്തിട്ടാണോ നിങ്ങൾക്ക് ഒരു ക്യാമ്പയിൻ ചെയ്യേണ്ടത്? നിങ്ങളൊന്ന് നോക്കിയോ ഈ വിഷ്വല്, അത് ആ കുട്ടിയുടെ വിഷ്വൽ ഞാനിവിടെ പ്ലേ ചെയ്യുന്നുണ്ട് ഓൾറെഡി. അത് ഓരോരുത്തരുടെ ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ പിടിച്ച് പോകുന്നു. മോഹൻലാലിനൊരു ക്യാരക്ടർ, മോഹൻലാൽ ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ മോഹൻലാലിൻ്റെ സിനിമയിലൊക്കെ എന്താ മോനെ ദിനേശ എന്ന് പറഞ്ഞല്ലേ ഒരു സൈഡ് ഇങ്ങനെ ചെരിഞ്ഞിട്ടായിരുന്നു മോഹൻലാലിൻ്റെ. അതൊരു കാലഘട്ടം വരെ അതായിരുന്നു മോഹൻലാലിൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ ഓരോ മനുഷ്യനും ഓരോ കാലഘട്ടത്തിലും അല്ലെങ്കിൽ ആ ബോഡി ഷേപ്പിങ് ചിലപ്പോൾ ആ കുട്ടി കുറേ കാലം കഴിയുമ്പോൾ റെഡി ആവാം. ആ കുട്ടിത്വവും അല്ലെങ്കിൽ ആ അച്ഛനമ്മയും ലാളിച്ചു വളർന്നതും എല്ലാം പെട്ടെന്നൊരു സിനിമാ ഫീൽഡിൻ്റെ സിനിമയിലേക്ക് കടന്നു വന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റും കൊണ്ട് ആ കുട്ടിയെന്ന് പതറിപ്പോയതൊക്കെ ആവക്കൂടെ, അതിന് ക്ഷമിച്ചുകൂടെ? നിങ്ങളൊരു സമയം കൊടുക്കുക. ആ കുട്ടി എന്ന് നല്ല ബോൾഡായിട്ട് വരും. ഭാവിയിലെ സിനിമയിലെ ഒരു താരമായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാവിധ ആശംസകളും മോളെ വിസ്മയ മോഹൻലാൽ. ഓക്കെ, ബൈ.